ഈ ദേശീയ തലത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ഭരണകൂട ഭീകരതയായിരുന്നു ബുൾഡോസർ രാജ് എന്ന് പേര് വിളിച്ച് പറഞ്ഞിരുന്നൊരു കാര്യം. ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ആരെങ്കിലും പോലീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ക്രിമിനൽ കുറ്റവാളികളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്ന ഒരു സമ്പ്രദായം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് തുടങ്ങി. പിന്നെ അത് ആസാമിലും മണിപ്പൂരിലും പല സംസ്ഥാനങ്ങളിലേക്കും പടർന്ന് ദേശീയ തലത്തിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാറി. അത് തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഭരണഘടനക്കും രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കും എതിരായ ഒരു സമീപനമായിരുന്നു. ഒരുപാട് പേര് അതിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പാർലമെന്റിലൊക്കെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷം ഒക്കെ വളരെ ശക്തമായി അതിനെ ഏറ്റെടുത്തിരുന്നു. നാട്ടിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ അതിനെതിരായിട്ടുണ്ടായിരുന്നു. ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഒരാൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മാത്രമായിരിക്കില്ലല്ലോ ആ വീട്ടിൽ താമസിക്കുന്നത്. അവരെ താമസ സ്ഥലം തന്നെ ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ബുൾഡോസർ രാജ് എന്ന് അറിയപ്പെടുന്ന ഈ പ്രതികളുടെ വീട് ഒരു കുറ്റത്തിൽ അകപ്പെട്ടു എന്ന കാരണത്താൽ തകർക്കുന്നത്, ഡിമോളിഷ് ചെയ്യുന്നത് അനുവദനീയമല്ല. അതിന് ദേശീയ തലത്തിൽ തന്നെ ഒരു മാർഗനിർദ്ദേശവും നിയമവും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന അർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ട് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ജനാധിപത്യപരമായ മാർഗത്തിൽ ഭരണഘടനയ്ക്ക് വിധേയമായും സുപ്രീം കോടതി സ്വീകരിച്ച ഒരു പുതിയ നടപടി കൂടിയാണ് ഇത്. അത് തീർത്തും സ്വാഗതാർഹമാണ്.